بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشغاله ولأواشيه ولجميع علماء الدين وانفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് 15-ാം തീയതിയാണ്. അതുകൊണ്ട് ലൈവ് ഉണ്ടോന്ന് എനിക്കറിഞ്ഞുകൂടാ. കീശിരിക്കെ അറിയും. ലൈവ് ഉണ്ടെങ്കിൽ ലൈവ് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഫത്ഹുൽ മഈൻ ഓതാം ഇൻഷാ അല്ലാഹ്. ഉണ്ടെങ്കിൽ ശരി അറിയിക്കാറുണ്ട്. ഇനി അല്ലെങ്കിൽ ഇനി അറിയിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിലോ നമുക്ക് സാധാരണ പോലെ കുറച്ച് സമയം ഫത്ഹുൽ മഈൻ ഓതി ബാക്കി കുറച്ച് സമയം അത്യാവശ്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനുള്ള സംശയത്തിലേക്ക് അങ്ങനെ കിടക്കുകയും ചെയ്യാം. അല്ല, കിശേരി എവിടെ പോയി? എവിടെ ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വകകൽബിൻ വഖിൻസീരിൻ. നമ്മൾ പറഞ്ഞു വന്നത് നജസുകളെ കുറിച്ചാണല്ലോ. അതിനു നജസായ വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിൽ ഒരുപാട് നജസുകളെ കുറിച്ച് പറഞ്ഞു. ഇനി അവസാനമായി നജസിന്റെ കൂട്ടത്തിലെ ഏറ്റവും ഗൗരവമേറിയ 2 വസ്തുക്കളുണ്ട്. അതുകൂടി പറഞ്ഞാൽ നജസിനെ പറ്റിയിട്ടുള്ള വിവരണം കഴിഞ്ഞു. പിന്നെ നജസിൽ നിന്ന് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചാണ് പിന്നീട് പറയുന്നത്. അതാണ് അവസാനത്തെ ഇനം. വകകൽബിൻ, നായയെ പോലെ. തെക്കോട്ട് പോയ പട്ടി എന്ന് പറയണം. മനസ്സിലായില്ലേ? നമ്മൾ മലപ്പുറം ജില്ലക്കാർക്കും കോഴിക്കോട് കണ്ണൂർ ജില്ലക്കാർക്ക് പാലക്കാട് വഴിപ്പെട്ടതാന്നാ തോന്നുന്നത്. നായ എന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെയാണ്. എന്നാ തെക്കോട്ട് അങ്ങോട്ട് പോയാല് നായ എന്നറിയില്ല, പട്ടീന്ന. പട്ടീന്ന് ഇപ്പൊ നമ്മളും പറയണില്ല എന്ന് കീശിരിക്ക് തോന്നുന്നു. നമ്മൾ പറയുന്ന പട്ടിയല്ല, ഓല് ആമ്പട്ടി പെമ്പട്ടി എന്നാ പറയാ. മനസ്സിലായില്ലേ? നമ്മളവിടെ പെണ്ണിന് മാത്രം പറയുന്ന പേരാണ് പട്ടി. ഓലെ അവിടെ അതല്ല, ആ വർഗത്തിന്റെ പേരാണ് പട്ടി. അതില് ആണ് പെണ്ണ് എന്നറിയാം. അപ്പൊ പട്ടിവർഗം എന്ന് പറയണം ഓരെ സംബന്ധിച്ച്. നമ്മളെ സംബന്ധിച്ച് നായവർഗം എന്നും പറയും. അതിലാണും പെണ്ണും വിട്ടാൽ ആ വർഗം പറയുന്നത്. വഖിൻസീരിൻ, പന്നി പോലെയും. ഈ 2 വസ്തുക്കളാണ് ജീവനുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാന്റെ ഭൂമിയിൽ നജസായിട്ടുള്ളത്. മനസ്സിലായില്ലേ? ജീവനുള്ളൊരു വസ്തു ജീവന്റെ ആ തുടിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ നജസാണെന്ന് ഹുക്കുമുള്ള 2 വസ്തുക്കൾ നായയും പന്നിയും. വേറൊക്കെ ജീവൻ ഉണ്ടാവുമ്പോ ഒക്കെ ത്വാഹിറ. പിന്നെ ചത്തിട്ട് നജസാകുന്നത് ഉണ്ടെങ്കിലേ ഉള്ളൂ. അതിന്റെ പുറമെ കുല്ലി മിൻഹുമാ മഅൽ ആഖരി. ഈ നായ പന്നിയുമായി അണചേർന്നോ പന്നി നായയുമായി അണചേർന്നോ ഉണ്ടാകുന്ന സങ്കരയിനം 2 കണക്ക് തന്നെ. മുഅല്ലല്ലാഹ നജസ്, നായി മുഅല്ലല്ലാഹ നജസാണ്, പന്നിയും മുഅല്ലല്ലാഹ നജസ. ആ മുഅല്ലല്ലാഹ നജസിൽപ്പെട്ട ഒരു ഇനം മറ്റേ ഇനവുമായി കൂടി ചേർന്നിട്ടുണ്ടാവുന്ന സങ്കരവർഗം, അതും ഇതേ വിധി തന്നെയാണ്. അത് രൂപം ഏത് രൂപത്തിലായാലും, മനുഷ്യന്റെ രൂപത്തിലായാലും അതല്ല നായയുടെ രൂപത്തിലായാലും പന്നിയുടെ രൂപത്തിലായാലും ഒക്കെ കണക്കാം. അതിൽ ഇണ ചേർന്നത് നായയും പന്നിയും കൂടി. അതാണ് ഫറഇ, ഉപവകുപ്പാണ് അർത്ഥം.
അതല്ലെങ്കിൽ ഔ മാ ഗൈരിഹി, നായ പന്നി അല്ലാത്ത മറ്റു വല്ല ജീവജാലങ്ങളുമായി ഇണചേർന്നുണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആടിന്റെ കൂടെ ഒരു പട്ടി ഇണചേർന്നു, അല്ലെങ്കിൽ ഒരു പെട്ടിയോട് ഒരു ആട് ഇണചേർന്നു നോട്ടിക്കോളി. അങ്ങനെ ഈ ആട് പ്രസവിച്ചു, അതല്ലെങ്കിൽ ഈ പട്ടി പ്രസവിച്ചു. ഈ രണ്ട് കുട്ടികളും അയിനുൻ നജസ. സംഗതി അതിന്റെ അമ്മ ആടാണ്, രൂപം കണ്ടാൽ ആടിന്റെ രൂപത്തിൽ തന്നെയാണ്. പക്ഷേ അതിന് ഇണ ചേർന്നത് ഒരു നായയാണ്, അത് ഫറാണ്. അതുപോലെ തന്നെ ഒരു കഴുതയുമായിട്ട് ഒരു പന്നി ഇണ ചേർന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പന്നിയോട് ഒരു കഴുത ഇണ ചേർന്നു എന്നിരിക്കട്ടെ. എന്നാൽ അതിൽ ജനിക്കുന്ന കുട്ടി അത് ഫറാണ്. അപ്പോ നായയും പന്നിയും പരസ്പരം ഇണ ചേർന്നിട്ടോ, അതല്ലെങ്കിൽ നായയോ പന്നിയോ മറ്റൊരു ഇനവുമായി ഇണ ചേർന്നിട്ടോ ഉണ്ടാവുന്ന കുട്ടികൾ, അതാണ് ഈ ഫറ എന്ന് പറയുക. അതിനാണ് നമ്മൾ സങ്കരവർഗം എന്ന് പറഞ്ഞാൽ ശരിക്ക് പന്നിയല്ല, ശരിക്കുള്ള നായയല്ല. ഈ നായ വേറൊന്നിന്റെ കൂട്ടത്തിൽ, പന്നി മറ്റൊന്നിന്റെ കൂട്ടത്തിൽ സങ്കരീനമായിട്ടുണ്ടായതാണ്. അതും നജസ് തന്നെ. അത് ഇതിന്റെ ഫറ ആയതുകൊണ്ട് ഇതേ വിധി തന്നെയാണ്, നായയുടെയും പന്നിയുടെയും വിധി തന്നെയാണ്. വേറൊന്നുണ്ടല്ലോ, ഒരു നായ ചത്ത് ചീഞ്ഞ് അതിൽ കുറെ പുഴുക്കൾ ഉണ്ടായി. എന്നാൽ അത് ഈ നായയെ പോലെ അതിനു നജസാണോ? അതല്ലെങ്കിൽ ഒരു പന്നി ചത്തു, അത് അഴുകി ചീഞ്ഞ് അതിൽ നിന്ന് കുറെ കുട്ടികൾ ഉണ്ടായി, അല്ല കുട്ടികൾ പുഴുക്കൾ, ഈ പുഴു നജസാണോ? അതിനെപ്പറ്റി ഓ ദൂതു മൈത്തത്തിഹിമ, ഈ നായയുടെയോ പന്നിയുടെയോ ശവത്തിൽ നിന്നും ഉടലെടുക്കുന്ന പുഴു ത്വാഹിറുൻ, അത് ത്വാഹിറാണ്. ജീവനുള്ള വസ്തുക്കളൊക്കെ ത്വാഹിറാണെന്ന് പറഞ്ഞ വർഗത്തിലാണ്. അപ്പൊ അത് ഈ നായയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പന്നിയിൽ നിന്ന് തിരിഞ്ഞുണ്ടായതല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് അതിന്റെ മറുപടി. മറിച്ച് അത് നായയിൽ നിന്ന് ഉണ്ടായി എന്നല്ലാതെ നായയുമായി കൂടിച്ചേർന്നുണ്ടായതല്ല, പന്നിയിൽ നിന്നുണ്ടായി എന്നല്ലാതെ പന്നിയുമായി കൂടിച്ചേർന്നുണ്ടായതല്ല. അതിന്റെ ശവത്തിൽ മറ്റേതോ വസ്തുക്കൾ കൊണ്ടുപോയി വിസർജിക്കുന്ന മുട്ട, ആ മുട്ട വിരിഞ്ഞ് അതിൽ പുഴുവായി രൂപാന്തരപ്പെട്ടു എന്നേ ഉള്ളൂ. അപ്പൊ അത് ഈ നായയുടെ ശരീരത്തിന്റെ ഭാഗമല്ല, പന്നിയുടെ ശരീരത്തിന്റെ ഭാഗവുമല്ല. അതുകൊണ്ട് അത് ത്വാഹിറാണെന്ന് പറഞ്ഞാൽ ഈ നജസ്ക്ക് ഇങ്ങനെ പരടുമ്പോ മുത്തനജിസാവും, പക്ഷേ അതിന് നജസല്ല. അപ്പൊ കൂട്ടത്തിൽ ഞാൻ വേറൊന്നുകൂടി പറയാം. വക്കഥ ഇതുപോലെ തന്നെ ത്വാഹിറാണ് നസ്ജു അങ്കബൂത്തിൻ, ചിലന്തിവല. ചിലന്തിവല എന്ന് പറഞ്ഞാല് അതിപ്പോ ഈ എട്ടുകാലിയുടെ അഥവാ ചിലന്തിയുടെ വയറ്റിൽ നിന്നും വിസർജിക്കുന്ന വിസർജ്യമല്ലേ എന്നൊരു ചോദ്യം. അതങ്ങനെ ഉറപ്പ് പറയാൻ പറ്റൂലാണോ? അതിന്റെ വായിൽ നിന്നാണോ, അതല്ല അതിന്റെ മലദ്വാരത്തിൽ നിന്നാണോ? ഇത് രണ്ടുമല്ലാത്ത നൂലുൽപാദിപ്പിക്കാൻ പ്രത്യേകമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാവുന്നു, അതല്ലെങ്കിൽ വായിൽ നിന്നുണ്ടാവുന്നു. അപ്പൊ ഈ ചിലന്തി നജസ് മാത്രമേ ഭക്ഷിക്കൂ എന്നും ഇത് ആ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടമാണ് എന്നും മാത്രമല്ല അതിന്റെ വായു ശുദ്ധിയാകാൻ യാതൊരു നിവൃത്തിയില്ല എന്നും ഉറപ്പുവരുന്ന സാഹചര്യത്തിൽ മാത്രമേ ചിലന്തി വല നജസാണെന്ന് വിധിക്കാൻ കഴിയുള്ളൂ എന്നാണ്. എന്നാൽ ഈ മൂന്ന് കാര്യം ഉറപ്പായെങ്കിലേ നജസാണെന്ന് വിധിക്കാൻ പറ്റൂ എങ്കിൽ ഇതിൽപ്പെട്ട ഒന്നുപോലും ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധ്യാവൂല, അത്രയും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അത് ത്വാഹിറാണെന്ന് വിധിക്കാണ് മഷ്ഹൂർ എന്ന് പറഞ്ഞു. അപ്പൊ ചിലന്തി വല യഥാർത്ഥത്തിൽ ഇവയുടെ മലദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്നതല്ല, പ്രത്യേകമായി അതിനുള്ള ഒരു ഭാഗത്തിൽ നിന്ന് പുറപ്പെടുന്നു. അത് അതിന്റെ വിയർപ്പിന്റെയോ മറ്റോ ഒക്കെ ഭാഗത്ത് കൂട്ടുക എന്നല്ലാതെ
മലത്തിന്റെയും മൂത്രത്തിന്റെയും ഭാഗത്ത് കൂട്ടാനോ, അതിന്റെ വായിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പാണ്, ആ നജസ്സുള്ള വായിലൂടെ പുറപ്പെട്ടതാണ്, അതുകൊണ്ട് മുത്തനജസാണെന്ന് വിധിക്കാനോ നിവർത്തിയില്ല എന്നർത്ഥം. അപ്പൊ കൂട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ സംശയമായിട്ട് പറഞ്ഞാൽ നായന്റെ പന്നിന്റെ കൂട്ടത്തിൽ പെട്ടല്ലത്. അതിൽ നിന്നിട്ട് ഉടലെടുക്കുന്ന ചില വസ്തുക്കളെ പറ്റി പറഞ്ഞപ്പോ ചിലന്തി ത്വാഹിറാണെങ്കിലും അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഈ ചിലന്തി വല നജസാവാൻ സാധ്യത ഉണ്ടല്ലോ, എന്നാൽ മഷൂർ അനുസരിച്ച് അത് ത്വാഹിറാൻ. അതുപോലെ തന്നെ നായയുടെയും പന്നിയുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ശവം നജസാണെങ്കിലും ആ ശവത്തിൽ നിന്നും ഉടലെടുക്കുന്ന പുഴുക്കൾ ഈ നജസ് എന്ന വിധിയിൽ വരുന്നില്ല. കമാ കാലഹു സുബുക്കിയോ അല്ലവറായോ, ചിലന്തി വല താഹിറാണ് എന്ന കാര്യം ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി തങ്ങളും ഇമാം അസ്റായി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ലാതെ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതിനെ വളരെ വ്യക്തമായി ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹിയും ഇമാം അസ്റായി റഹ്മത്തുള്ളാഹിയും ഈ ചിലന്തി വല നജസല്ല എന്നാണ് വ്യക്തമാക്കിയത്. എങ്കിലും വജസമ സാഹിബുൽ ഉദ്ദത്തി അൽ ഉദ്ദ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്, അതിന്റെ മുസന്നിഫ് വൽ ഹാവിയും അത് മറ്റൊരു കിതാബ, അതിൽ പറഞ്ഞത് ബിനജാസത്തിഹി, ചിലന്തി വല നജസാണ് എന്നാണ്. പക്ഷേ അത് ഷാഫി മദ്ഹബിൽ മഷൂറായ ഖൗലിന്റെ വിപരീതമാണ്. അത് ലൈഫായ വജ്ഹാണ്, നജസാണ് എന്നത്. കാരണം ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അക്കാര്യം വ്യക്തമായി തന്നെ പറയുകയും നജസില്ല ത്വാഹിറാണ് എന്നതാണ് മുഅ്തമദ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു സാധനം ഉണ്ടല്ലോ, അതെന്താ? വമാ, ഒരു വസ്തു യഖ്റുജു, അത് പുറത്തു വരും, മിൻ നഹ്വി ഹയ്യത്തിൻ, സർപ്പം പോലെയുള്ളതിൽ നിന്ന്, തേള് സർപ്പം പോലെയുള്ള ജീവികൾ, ഫീ ഹയാത്തിഹ, അവ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ വളയിക്കുക എന്നാ കീശിരിക്കാർ ഞങ്ങളൊക്കെ പറയാം. പാമ്പ് വളയിക്കുക എന്ന് പറയും. പാമ്പിന്റെ ആ പുറമെയുള്ള തൊലി ഒഴിവാക്കി അതിൽ നിന്ന് പുറത്തിയടിപ്പോവും. അപ്പൊ അതിന് വേറെ തൊലി ഉണ്ടായിട്ടുണ്ടാവും, ആ തൊലിയും ജീവനോട് കൂടി അത് സുഖമായിട്ട് പുറത്ത് ജീവിക്കും. ഇതിങ്ങനെ ദൂരത്തുനിന്ന് കണ്ടാല് ഒരു പാമ്പ് ഇങ്ങനെ ചുരുണ്ടടങ്ങി കിടക്കുകയാണെന്ന് തോന്നും. അപ്പൊ പാമ്പിന്റെ പുറത്തുണ്ടായിരുന്ന തൊലി മൂപ്പെത്തി ഒരു നിശ്ചിത പരിധി എത്തുമ്പോൾ അത് ഒഴിവാക്കി അഴിച്ചു മാറ്റി പുതിയ തൊലി സ്വീകരിച്ച് പോവാണ്. അപ്പൊ ഒരു വസ്ത്രം ധരിച്ച വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെയാണ് പാമ്പിന്റെ വള കഴിക്കൽ. അപ്പൊ ഈ വളനെ പറ്റിയിട്ടാ പറഞ്ഞത്. അതും തന്നെ ത്വാഹിറാണെന്നാണ് അലാമ അഫ്താബിഹി ബാഗുഹും. കണ്ടോ, അതൊരു ഒഴിഞ്ഞ പറച്ചില. ചില ഇമാമിയങ്ങൾ ഫത്വ ചെയ്തത് പാമ്പ് വളയിച്ചാൽ ആ വള ത്വാഹിറാണ്. ഏതുപോലെയുള്ളൂ? അത് ചിലന്തിയുടെ വല പോലെയോ മറ്റൊക്കെ കണക്കാക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ അതെന്തല്ല, അത് നജസല്ല എന്ന്. പക്ഷേ ലാക്കിൻ കാല ശൈഖുന, ചില ഇമാമിയങ്ങള് പാമ്പിന്റെ വള നജസല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഫീഹി നദറുൻ, ആ ഫത്വയിൽ സംശയമുണ്ട്, ഇഷ്കാലുണ്ട്. കാരണം അത് വിയർപ്പ് പോലെ എന്ന് പറഞ്ഞത് ശരിയായിട്ടില്ല. വിയർപ്പിന്റെ സ്ഥാനത്ത് വിയർപ്പ് ത്വാഹിറാൻ, അത് സർപ്പത്തിന്റെ വിയർപ്പാണെങ്കിലും അതുപോലെ ത്വാഹിറായ ജീവികളുടെ ഏത് ജീവിയുടെ വിയർപ്പ് ത്വാഹിറാൻ എന്നതുപോലെ അതിന്റെ ശരീരത്തിൽ പിരിയുന്ന മറ്റൊരു വസ്തുവാണ് ഈ തോല്. ആ തോലും ത്വാഹിറാണ് എന്ന് പറഞ്ഞത് ശരിയല്ല. ബലിൽ അഖറബു, ന്യായത്തോട് കൂടുതൽ യോജിപ്പ്, അന്നഹു നജസുൻ, ഈ പാമ്പ് പോലത്തെ ചേര, പാമ്പ് തേളിനുണ്ട് ഇത്ര ആ സൂക്കേട് ഈ വളയിക്കണ, അങ്ങനെയുള്ള വസ്തു ഈ പുറത്തു വരുന്ന ഈ വള നജസാണ് എന്നതാണ്. അതിന് കാരണം എന്താ? ലി അന്നഹു ജുസ്ഉൻ മുതജസ്സദുൻ, തടിയുള്ള ഒരു ഭാഗമാണ്. മുൻഫസിലുൻ മിൻ ഹയ്യിൻ, ജീവനുള്ള വസ്തുവിൽ നിന്ന് വേർപിരിഞ്ഞ. അപ്പൊ ജീവനുള്ള ഒരു വസ്തുവിൽ നിന്ന് വേർപിരിഞ്ഞ തടിയുള്ള ഒരു വസ്തു, ഒരു ഭാഗമാണ് ഈ വള.
അപ്പൊ അത് പോക്കായി മൈത്തത്തി ആ ജീവിയുടെ ശവത്തിന്റെ വിധിയാണ്. ഇപ്പം ഉദാഹരണം പറയാൻ ഒരു മൂരി, ആ മൂരിന്റെ ദേഹത്തിൽ നിന്നും, ജീവനുള്ള മൂരിന്റെ ദേഹത്തിൽ നിന്ന് നമ്മൾ ഒരു മാംസത്തിന്റെ കഷ്ണം കൊണ്ട് മുറിച്ചെടുത്തു. എന്നാൽ ഈ മുറിച്ചെടുത്ത മാംസകഷ്ണത്തിന്റെ വിധി, മൂരി ചത്താനുള്ള വിധി എന്താ? ചത്താൻ നജസല്ലേ? എന്നതുപോലെ മുറിച്ചെടുത്ത കഷ്ണം നജസാണ്. എന്നതുപോലെ പാമ്പ് ചത്താൻ നജസല്ലേ? അതെ, പാമ്പ് ചത്താൽ നജസാണെങ്കിൽ പാമ്പിന്റെ ജീവിതകാലത്ത് അതിന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ തടിയുള്ള ഒരു വസ്തുവാണ്, ഒരു ജുസ് ആണ്, അതും നജസ് തന്നെ. ഇതാണ് ന്യായം, അതാണ് മുഅ്തമദ്. അപ്പൊ പാമ്പിന്റെ വള, അതുപോലെയുള്ള ചേരന്റെ വള പോലത്തതൊക്കെ നജസ് തന്നെയാണ്. കാരണം അത് ജീവിതത്തിൽ ആ ശരീരത്തിൽ നിന്നൊരു കഷ്ണം മുറിഞ്ഞു പോരുന്നത് പോലെ തടിയുള്ള ഒരു ഭാഗം ആ തടി ശരീരവുമായി വേർപിട്ടതാണ്, അത് നജസാണ്. അതുപോലെ വേർപ്പിന്റെ വിധി കൊടുക്കുന്നത് ന്യായമല്ല. വഖാലായുവൻ, മഹാനായ ശൈഖുനാ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വീണ്ടും മറ്റൊരു മസല പറയുന്നു. എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു മസല. ലൗ നസാ കൽബുൻ, ഒരു നായ ഇണ ചേർന്നു. ഔ ഖിൻസീറുൻ, അതല്ലെങ്കിൽ ഒരു പന്നി ഇണ ചേർന്നു. ആരോട്? അല ആദമീയത്തിൻ, ഒരു മനുഷ്യ സ്ത്രീയോട്. ഇതൊന്നും കെട്ടുകഥയല്ല. നായയുമായി അണചേരലും നായയെ പ്രേമിച്ച് കാമുകനായി കൊണ്ടു നടക്കലും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വളരെ വ്യാപകമായുണ്ട്. നമ്മുടെ രാജ്യങ്ങളിലേക്ക് വരെ പതുക്കെ പതുക്കെ അത് കയറി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു നായ, പന്നി സാധാരണഗതിയിൽ അങ്ങനെ ഇണങ്ങൾ കുറവാണ്, എങ്കിലും അപൂർവമായിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യ സ്ത്രീയുമായി ഇണ ചേർന്നു. ഫവലദത്ത്, അതിനെ തുടർന്ന് ആ സ്ത്രീ പ്രസവിച്ചു ആദമീയൻ, ഒരു മനുഷ്യ കുഞ്ഞിനെ. രൂപത്തിലൊക്കെ ശരിക്കും മനുഷ്യ കുഞ്ഞനെ, പക്ഷേ ഒരു മനുഷ്യനായ പുരുഷനുമായല്ല അവൾ ബന്ധപ്പെട്ടത്. ഒരു പക്ഷേ തന്റെ കാമുകനായ ഒരു പട്ടി, ആ പട്ടിയോടാണ് ഇണചേർന്നത്, അതല്ലെങ്കിൽ ഒരു പന്നിയോടാണ് ഇണചേർന്നത്. പക്ഷെ ഗർഭധാരണം നടന്ന് പ്രസവം കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടി മനുഷ്യ രൂപത്തിൽ തന്നെ. എന്നാലും കാനൽ വലതു നജസൻ, ഈ കുട്ടി ഐനുൻ നജസാൻ, മുത്തനജിസ് അല്ല, സാക്ഷാൽ ഐനുൻ നജസ്. അതാ നേരത്തെ പറഞ്ഞത് ഫറോഹിമാ മാലാഹരി എന്ന് പറഞ്ഞു. ഈ നായയോ പന്നിയോ മറ്റൊരു ജീവിയുമായി ഇണചേർന്നുണ്ടാവുന്ന കുഞ്ഞിന് നായയുടെയും പന്നിയുടെയും വിധിയാണ്. അത് എത്ര വരെ? ഒരു മനുഷ്യ സ്ത്രീയുമായി ഇണചേർന്നു, ജനിച്ച കുഞ്ഞ് കണ്ടാൽ പൂർണ്ണമായ ഒരു മനുഷ്യന്റെ രൂപത്തിലാണെങ്കിൽ പോലും ആ പട്ടിക്ക് ജനിച്ചു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ പന്നിക്ക് ജനിച്ചു എന്നതുകൊണ്ട് മുഅല്ലലായ നജസുകളിൽപ്പെട്ട നജസാണ്. കുട്ടി നജസാണെങ്കിലും ഒമാലിക്ക, ഇങ്ങനെ മനുഷ്യനും പട്ടിയുമായി ഇണചേർന്നുണ്ടായ കുട്ടി നജസാണെന്ന് വിധിക്കലോട് കൂടി തന്നെ ഹുവ മുക്കല്ലഫും ബിസ്വലാത്തി വഗൈരിഹാ, നിസ്കാരം മറ്റ് ഇബാദത്തുകളൊക്കെ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ, അക്കല് വേണം. കാര്യം കാണാൻ കോലത്തില് മനുഷ്യന്റെ കോലമാണെങ്കിലും ബുദ്ധി കൊണ്ട് നായയുടെ കോലമാണെങ്കിലും അവനൊരു തെക്ലീഫുമില്ല. അപ്പൊ തെക്ലീഫ് ബന്ധപ്പെടുന്നത് ബാഹ്യമായ രൂപത്തിനോടല്ല, അവന്റെ അക്കലിനോടാ, ബുദ്ധിയോടാ. മനുഷ്യനെ പോലെ വിവേകവും വിശേഷ ബുദ്ധിയും ഉണ്ട് എങ്കിൽ ഈ കുട്ടി നജസാണെന്ന് വിധിച്ചാൽ പോലും കുട്ടിയോട് 7 വയസ്സ് മുതൽ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അടിക്കുകയും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ വുദൂ, കുളി, അതുപോലെ തന്നെ നജസിൽ നിന്ന് ശുദ്ധിയാകൽ, ഔറത്ത് മറക്കൽ, നിസ്കരിക്കൽ തുടങ്ങിയ ഇബാദത്തുകളൊക്കെ അവന് ബാധകമാണ്. അപ്പൊ പിന്നെന്താ കാട്ടുക? ഇവൻ ഐനുൻ നജസല്ലേ? അതെ, ഈ ഐനുൻ നജസായി ഇവൻ വുദൂ എടുത്താല് ആ വെള്ളം കൊണ്ട് ഓൻ ശുദ്ധിയാവോ? ഇല്ല. എന്നാലും ഇബാദത്ത് എന്നുള്ള ഓൻ കടമ വിട്ടുക. അതോടുകൂടി ഓൻ കുപ്പായിട്ടു. അപ്പൊ കുപ്പായത്തിൽ നനവോടുകൂടി ഈ ശരീരം പെട്ടിയാൽ കുപ്പായം മുത്തനജിസാവൂലേ? തീർച്ചയായിട്ടും. വവാഹിറുൻ, പക്ഷെ അവിടെ വളരെ വ്യക്തമായ മസ്അലയാണ്. അന്നഹു യുഫ, വിടുതി ചെയ്യപ്പെടും, മാപ്പാക്കപ്പെടും. അമ്മാ യുത്തറു ഇലാ മുലാമസത്തി, അവനുമായി പരസ്പരം കേടിച്ചേരുകയും സ്പർശിക്കുകയും ചെയ്യേണ്ട സ്ഥലങ്ങൾ. അതായത് ഇവൻ കുളിച്ച് കഴിഞ്ഞ് വസ്ത്രം ധരിക്കുമ്പോൾ നനവോടുകൂടി വസ്ത്രത്തിലിട്ടായി വസ്ത്രമൊക്കെ മനസ്സാവില്ലേ? അത് പിന്നെ കൂടാതെ കഴിയാത്തത് കൊണ്ട് സാരില്ല. ഇവൻ വുദൂ ചെയ്തു, പള്ളി കയറി,
ഇവൻ ഉദു ചെയ്തിരുന്നിട്ട് പള്ളി കയറി അവൻ മുത്തന് അതിന് നജസല്ലേ? ഒരു പള്ളി കയറാൻ പറ്റുമോ? ആ പറ്റും, കാരണം ഇബാദത്ത് ചെയ്യണമെങ്കിൽ പോട്ടെ. അതൊക്കെ അഫുവാണ്, സാധന നജസാണെങ്കിലും. മാത്രമല്ല വഅന്നഹു തജൂസു ഇമാമത്തുഹു, പള്ളിക്കൊരു മൂല്യാരെത്തിയിട്ടില്ല. ആ പാത്ര നജസ അതൊക്കെ ലറൂറത്തുള്ളതൊക്കെ അഫു ചെയ്യപ്പെടുക ശരിയെ. അതൊന്നുമല്ല, ശരിക്ക് നല്ല വക്കാണം പറയാതെ നല്ല സ്നേഹത്തിൽ തന്നെ പറയാ, നായിന്റെ മോൻ ഇമാമ് കെട്ടെ എന്ന് പറയാ. അതിന് കേസൊന്നും ഉണ്ടാവില്ല. എന്നാ പോലെ വേണ്ട കച്ചറി തല്ലും കൂടി ഉണ്ടാവുമെന്ന് പേടിക്കണ്ട. ആള് നായിന്റെ മോൻ തന്നെയാണ്. പള്ളിക്കൽ മോചാരൊന്നും എത്തിയിട്ടില്ല. കീച്ചേരി ആണെങ്കിൽ SGV ആയിട്ട് സോലായിട്ട് ഇമാമത്തിന് അവിടെ എത്തിയില്ല. എന്നാ പിന്നെ നായിന്റെ മോൻ കയറി ഇമാമെന്ന് നിസ്കരിച്ചോട്ടേന്ന്. അപ്പൊ ബാക്കിയുള്ളവർക്ക് തുടരാൻ പറ്റുമോ? ഓ അതിനും നജസല്ലേ മൂപ്പരെ, ഓന് നിസ്കാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓനോട് ബാക്കിയുള്ളവർക്ക് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്? ഇതിലായി ആദത്തലിഹി, മടക്കി സ്കരിക്കേണ്ട കടമല്ലല്ലോന്. കാരണം ഓൻ മടക്കി കരിക്കൽ ശുദ്ധിയായിട്ടില്ല. ഓൻ ഏത് കാലത്താ ശുദ്ധിയാവല്? ഓൻ ശുദ്ധിയാവൂലല്ലോ. മനസ്സിലായില്ലേ? കല്യാണത്തിനൊക്കെ പോയിക്കോട്ടെ, പെണ്ണ് കിട്ടാൻ പറ്റൂല എന്നൊരു അഭിപ്രായമുണ്ട്. ആണെങ്കിൽ അടിമ സ്ത്രീ നിലവിലുള്ള കാലാണെങ്കിൽ അടിമ സ്ത്രീയെ വിലക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ നിക്കായ് ചെയ്യാവൂല. കാരണം എന്താന്ന് വെച്ചാല് നിക്കായിന് കഫാത്ത് വേണ്ടേ? ഇവൻ മുത്തന് അയിനും നജസാൻ. അയിനും നജസ് നിന്ദ്യമായതാണ്. മനുഷ്യൻ സാധാരണഗതിയിൽ ത്വാഹിറുമാണ്. ത്വാഹിറും അയിനും നജസും തമ്മിൽ നോക്കുമ്പോൾ കുഫോക്കൂല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഇമാമുക്കിടയിൽ കുഫോ തോളൊന്നുമില്ല. അതിന്റെ മോളാണെങ്കിലും നിക്കേരത്തിന് ഷർത്തും ഫർളും ഒക്കെ നന്നായിട്ട് അറിയാം. അത് ഖുർആൻ തെറ്റില്ലാത്ത ജീവിതം അനുസരിച്ച് ഓതാനും അറിയാം. അങ്ങനെ ഓ ഇമാമ് നിസ്കരിച്ചാൽ നമുക്ക് തുടർന്ന് നിസ്കരിക്കുക. അപ്പൊ പിന്നെ കേസ് അതല്ല, ഇവൻ അതിനും നജസല്ലേ മൊയ്യാരെ? അതെ. അപ്പൊ പിന്നെ അവനിങ്ങനെ പള്ളി കയറുകയാണ്, കുഴപ്പമില്ല. വദുഖൂലുഹുൽ മസ്ജിദ, അവന് പള്ളിയിൽ കയറലും ജായിസാകും. പക്ഷേ മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ് മുത്തലഖൻ തന്നെ പറ്റുന്ന. പക്ഷേ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവിടെ ഒരു നിബന്ധന പറയുന്നുണ്ട്. ഹൈസുലാ റുതൂബത്താൻ, ഉളു എടുത്ത് അങ്ങനെ കയറാൻ പറ്റൂല, നനവില്ലാതെക്കണം. അപ്പൊ പിന്നെ എന്താക്കണം? ഒരു പരുക്കം കൊണ്ട് കൈ കരുതുക. ഉളു എടുത്തതിന് ശേഷം ആ കാലും കയ്യൊക്കെ ഒന്ന് നല്ലോണം തോത്തിയിട്ട് ഇവൻ പള്ളിയിൽ ചവിട്ടുന്നതും തൊടുന്നതും ഒക്കെ സ്ഥലത്ത് നനവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയതിന് ശേഷമേ ഓന് പള്ളി കിടക്കാൻ പറ്റുള്ളൂന്ന്. പക്ഷേ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. തുഹഫ പറയുന്നത് ഫയദ്ഖുലുൽ മസ്ജിദ, അവന് പള്ളിയിൽ പ്രവേശിക്കാം. വയുമാസുന്നാസ, മറ്റുള്ള മനുഷ്യന്മാരുമായി പരസ്പരം തൊട. എന്താ സൊഫിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ നല്ല ഈ നായിന്റെ മോനായിരുന്ന മൂപ്പരും ഉണ്ട് നിൽക്കിരിച്ചാന്, മനുഷ്യന്റെ മക്കളും ഉണ്ട്. നാ അടുത്ത് തൊട്ട് തൊട്ടിക്കണേനും കുഴപ്പമില്ല. വരൂ മാറുത്തൂബ കേട്ടോ. ഈ ഒന്നോടുത്ത വെള്ളം അല്ലെങ്കിൽ കുളിച്ച വെള്ളത്തിന് നനവോട് കൂടിയാണെങ്കിൽ പോലും പള്ളിയിൽ കയറാനും മറ്റുള്ളവരുമായി തൊട്ടു നിൽക്കാനും ജായിസാകും എന്നാണ് തുഹഫെ പറഞ്ഞത്. അതിനൊക്കെ കാരണം മാത്രമല്ല ഉമ്മുഹും ഇമാമത്തും നിൽക്കുക മറക്കേണ്ട ആവശ്യമില്ല. ഇത് തുഹഫന്റെ വാർത്ത. അതനുസരിച്ച് നോക്കുമ്പോ ഹൈസുലാ റുതൂബത്ത എന്ന ഷർത്ത് തുഹഫയിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല പറഞ്ഞിട്ടില്ല. തൊൽമീനിൽ പറഞ്ഞേ ഹൈസുലാ റുതൂബത്ത, പള്ളിയിൽ പ്രവേശിക്കാം. എപ്പോ ആളുകളെ തൊടണമെങ്കിലും പള്ളിയിൽ പ്രവേശിക്കണമെങ്കിലും ഹൈസുലാ റുതൂബത്ത, ഇവന്റെ ദേഹത്തിൽ നനവില്ലെങ്കിലേ പാടുള്ളൂ എന്ന് പറഞ്ഞത് തുഹഫയിൽ പറഞ്ഞതല്ല. അവിടെ പ്രത്യേകം തന്നെ പറഞ്ഞത് വലോ മാറുത്തൂബ, നനവോട് കൂടിയാണെങ്കിലും പള്ളിയിൽ കയറുകയും മറ്റുള്ളവരെ സ്പർശിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അതൊക്കെ മുദ്ദറാണ്, അത് അഫു ചെയ്യപ്പെടും. അവിടെ ആശയക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഫലഅല്ല ഇബാറത്തല്ലത്തി നഖ്റാൻ ശൈഖിഹി ഫീ ഗൈരി തുഹഫ മിൻ ബഖിയത്തി കുതുബിഹി. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ധാരാളം കിതാബ് ഉണ്ടല്ലോ ഫിഖിന്റെ. അതിൽ തുഹഫ അല്ലാത്ത മറ്റേതെങ്കിലും കിതാബിൽ പറഞ്ഞതായിരിക്കാം. ഏത് നനവില്ലാത്തപ്പോഴാണ് പള്ളിയിൽ കയറാ ആളുകളെ തൊട എന്നൊക്കെ പറഞ്ഞത് എന്ന നിബന്ധന വെച്ചത് തുഹഫ പറഞ്ഞതല്ല. പക്ഷെ മുഅത്തമദ് തുഹഫ പറഞ്ഞതാണ്. അതനുസരിച്ച് നനവ് ഉണ്ടെങ്കിലും കയറുന്നോണ്ട് കുഴപ്പമില്ല. ലിൽ ജമാഅത്തി, എന്തിനു വേണ്ടി പള്ളി കയറുന്നു? ജമാഅത്തിന് വേണ്ടി മാത്രല്ല. വനഹ്വിഹാൻ, മൂല്യാരിറ്റിയായി ഓതാൻ പോകാൻ കുട്ടിക്കോ. അങ്ങനെ ഒരു നായിന്റെ മോൻ കുട്ടി പള്ളിക്കൊക്കെ കിതാബ് ഓതാൻ പോകാൻ കുട്ടിക്കോ കീശേരിയെ, എന്നാല് കുട്ടി മുറ്റത്ത് തരുന്നോളി പള്ളിക്ക് കയറണ എന്ന് പറയേണ്ട ആവശ്യമില്ല.
നിസ്കരിക്കാൻ വരുമ്പോലെ തന്നെ പള്ളിയിൽ വെച്ച് നടക്കുന്ന ദർസ് പോലെയുള്ള കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ അല്ലാതെ ഇടക്കുണ്ട് അതിലൊന്ന് കൂടണം എന്നൊരു പൂതി, അല്ലെങ്കിൽ മൂലിയാര് വയലുതറിയുണ്ട് അന്ന് കേൾക്കണം എന്ന് പൂതി. അപ്പൊ നായിന്റെ മോൻ പുറത്തുത്തിരിക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവനും എന്താക്കുക, പള്ളി കയറി കുത്തിരിക്കുക എന്നാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കീശീരി നിസ്കാലി ചോദിക്കാൻ നിൽക്കണ്ട. ഇവിടെ ആശയക്കാരൊരു മസാല, ഒരു കെണി മസാല പറഞ്ഞേന്. അത് എത്രത്തോളം ശരിയാന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഞാൻ രണ്ടാമത് മൈക്കെടുത്ത് ചോദിക്കാൻ വെക്കണ്ടെന്നുള്ള ആൾക്ക്. ഒരു ആട്, അതുപോലെ തന്നെ ഒരു മാനം, അതല്ലെങ്കിൽ ഒരു പശുവും കാളയും തമ്മിൽ ഇണ ചേർന്നു. പക്ഷേ വിധി വൈപരീത്യം എന്ന് പറയട്ടെ, ഈ പശു ഗർഭം ധരിച്ചു, പ്രസവിച്ചു നോക്കുമ്പോൾ മനുഷ്യരൂപത്തിൽ. ഇവിടെ കൃത്രിമൊന്നുമില്ല. നല്ല 1-ാം നമ്പർ ഒരു മൂരി തന്നെയാണ് സംഗതി ഒപ്പിച്ചത്. മറ്റേ മൂരി അല്ലട്ടാ, മൂരി തന്നെയാണ് സംഗതി ഒപ്പിച്ചത്. പശു ആയിട്ടാണ് ഇണ ചേർന്നത്. അപ്പൊ ബാപ്പയും ഉമ്മയും ഒക്കെ നല്ല ശ്രദ്ധ മൂരികളാ. അതിലൊരു കുട്ടി ഉണ്ടായി. സുബ്ഹാനുൽ മലിക്കുൽ ജലീൽ. തെറ്റു നോക്കുമ്പോ നല്ല 1-ാം നമ്പർ പുന്ന മനുഷ്യ പൈതല്. അങ്ങനെ കുട്ടി വലുതായി പള്ളിക്ക് ഓതാൻ പറഞ്ഞയച്ച് നല്ല മൂല്യാരായി, നല്ല മൂരി ജാതിയാണോ ഇപ്പത്തെ മറ്റേ സുലാസി മസീദ് ഫീഹിൽ ചിലത് എന്ന് തോന്നും. എല്ലാ കീശിരി തീർച്ചല്ലോ. ഈ സുലാസി മസീദ് ഫീഹിൽ ചില ഇങ്ങനെ ഉണ്ടോന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സംഗതി അതിന്റെ ബാപ്പിയും രണ്ടും മൂരിയാണ്. കുട്ടികൾ എന്താണ്, നല്ല മനുഷ്യന്റെ കോലത്തിലാണ്, ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ടാണും. അങ്ങനെ പള്ളിക്ക് പോയി 2 അക്ഷരം ഓതി പഠിച്ചു, നല്ല ഖിറാത്തും ഒക്കെയാണ്. അങ്ങനെ പള്ളിക്കൊരു ഈദ്ഗാഹിൽ വന്ന് നോക്കുമ്പോ അന്ന് മൂല്യാര് വന്നിട്ടില്ല. എന്നാല് ഈ മൂരിക്കുട്ടി ഇമാമ് നോട്ടെ, ഇമാമ് നിന്ന് ഖുതുബ കഴിഞ്ഞ് അപ്പൊക്കുണ്ട് ഈ മൂരിക്കുട്ടിന്റെ ഉടമക്കാരങ്ങനെ വരുന്നു. ഞാനിപ്പോ കൊല്ല ഉദൂയ് തറക്കണം എന്ന് കരുതീനി. അതിനിപ്പോ വേറെ കുട്ടികളൊന്നും ഇല്ല, അപ്പൊ ഇതേപ്പോ ഉള്ളൂ ഉദൂയ് തറക്കാൻ പറ്റണത് എന്ന് പറഞ്ഞിട്ട് ഈദ്ഗാഹിന്റെ അങ്ങേ മൂലൊക്കെ ഖുതുബ കഴിഞ്ഞാട് അങ്ങേ മൂലൊക്കെ കൊണ്ടുവച്ചിക്കാട് ഇതിനെ അർത്താല് ഭാര്യ കൊടുക്കും ചെയ്യാ. കാരണം എന്താ, ബാപ്പിയമ്മയും 2 മൂരിയാണ്. അപ്പൊ കോലത്തിൽ മനുഷ്യന്റെ കോലത്തിലാണെങ്കിലും മൂര്യന്റെ ഹുക്കുമാണ് എന്ന് ആര് പറഞ്ഞാണ്? ആശയക്കാരൻ പറഞ്ഞാണ്. അതിന്റെ നിജസ്ഥിതിയും സെഹത്തും എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. അതിന്റെ തുടർ മസലകളൊന്നും എന്നോട് ചോദിക്കണ്ട, മനസ്സിലായില്ലേ? ഏതായാലും ത്വാഹിറാണ്. ബുദ്ധി ഉള്ളത് കൊണ്ട് നിസ്കരിച്ചാൽ സയ്യാവും, ഇൽമുള്ളത് കൊണ്ട് ഇമാമുക്കാനൊക്കെ പറ്റും ചെയ്യും. അതിനൊന്നും കുഴപ്പമില്ല. തിന്നാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ അയാള് പറഞ്ഞേന്, മനസ്സിലായില്ലേ? فلو حفظ القرآن وعمل خطيبا وصلى بنا إذا الله جاز يضحى به بعد ذلك. وبه الغز കടങ്കട പറയുന്നുണ്ട്. ലനാ ഖതീബുൻ സ്വല്ലാ ബിനൽ ഈദൽ അക്ബറ വളഹൈനാ ബിഹി. ഒരു കടങ്കഥ പറയുന്നുണ്ട്. അത്രേ, ഒരു മൗലിയാര്, ഞങ്ങളെ പള്ളിക്കത്തെ മൗലിയാര് വലിയ നാൾക്കാരത്തിന് ഇമാം എന്ന് ഖുതുബോദി, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂപ്പരെ അറുത്ത് ചാറ് വെച്ച്. അതേത് ഖത്തീബാണ്? അപ്പൊ ഒരു മോരിയും പയ്യും കൂടിയിട്ട് ഇണ ചേർന്ന്, അല്ലെങ്കിൽ ഒരു പോത്തും എരുമയും കൂടി ഇണ ചേർന്ന് അതിൽ ജനിച്ച കുട്ടി മനുഷ്യരൂപത്തിലാവുകയും ബുദ്ധിയും വിവേകവും അറിവും നേടുകയും ചെയ്ത ഓന്റെ മസലയാണ്. അതിന്റെ വിധിയൊന്നും ചോദിക്കണ്ട. അങ്ങനെ കിതാബില് ഈ ആയത്ത് പറഞ്ഞേന്ന്. ശരിയോ ശരിക്കോടോ ഒന്നും എനിക്കറിയില്ല. ആട്ടെ, അപ്പൊ അയിനു നജസിനെ സംബന്ധിച്ചുള്ള വിവരണം ഇവിടെ അവസാനിച്ചു. മനസ്സിലായോ? ഇനി തുടർന്ന് പറയാൻ പോകുന്നത് നജസിനെ ശുദ്ധിയാക്കേണ്ട രൂപങ്ങളാണ്. അത് കുറെ ഉണ്ട്. മൊത്തം ഒന്ന് പറയുന്നത് ഞാൻ തുടങ്ങി വെക്കാം. സമയം കുറച്ചുകൂടി ഉണ്ടല്ലോ, തുടങ്ങി വെക്കാം. മുത്തനജിസുൻ, നജസായ വസ്തു ശുദ്ധിയാവും. എന്തുകൊണ്ട് നജസായി? ബി ഐനിയത്തിൻ, തടിയുള്ള വല്ല നജസും കൊണ്ട്. തടിയുള്ള നജസ് എന്ന് പറഞ്ഞാല് മലം, രക്തം, ശവം ഒക്കെ പോലെയുള്ള തടിയുള്ള നജസ് കൊണ്ട്
മുത്തനജ്ജിസായ വസ്തു, ഉദാഹരണം ഒരാളുടെ ദേഹം, അതല്ലെങ്കിൽ വസ്ത്രം, അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം പോലെയുള്ള ഒരു വസ്തു അയിനു നജസുകളിൽപ്പെട്ട ഒരു നജസ് കൊണ്ട് മുത്തനജ്ജിസായാൽ, എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പായിടുന്നോടത്ത് കുട്ടി കാഷ്ടിച്ചു കൂട്ടിക്കോളിങ്ങള്, അതല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന പായയിൽ ചെന്ന് നോക്കുമ്പോ ആ പായയിലിട്ട് ഒരു എലി ചത്ത് കിടക്കണ്. ഇതൊക്കെ തടിയുള്ള നജസാണല്ലോ. ഇങ്ങനെ തടിയുള്ള നജസ് കൊണ്ട് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന പായ, വിരിപ്പ്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം, അതല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിലേക്ക് ഒരു പല്ലി കാഷ്ടിച്ചു, അല്ലെങ്കിൽ കാക്ക കാഷ്ടിച്ചു, ഇങ്ങനെ തടിയുള്ള വസ്തു കൊണ്ടൊരു വസ്തു മുത്തനജ്ജിസായാൽ അത് ശുദ്ധിയാകും. എങ്ങനെ ശുദ്ധിയാകും? ബിഗസ്ലിൻ മുസീലിൻ ലിസിഫാത്തിഹാ, ആ നജസിന്റെ നിറം, മണം, രുചി എന്നീ ഗുണങ്ങൾ നീക്കുന്ന നിലക്കുള്ള കഴുകൽ കൊണ്ട്. അങ്ങനെ കഴുകിയാൽ ശുദ്ധിയാവും. എങ്ങനെ കഴുകണം? മുസീലിൻ ലിസിഫാത്തിഹാ, ആ നജസിന്റെ ഗുണങ്ങളെ നീക്കണം. എന്തു ഗുണം? മിൻ താമിൻ, രുചിയാലും, വലൗനിൻ, നിറത്താലും, വരീഹിൻ, വാസനയാലും. എന്ന് പറഞ്ഞാൽ നജസിന്റെ വാസനയുള്ളതാണെങ്കിൽ ആ വാസന പോണം, നിറമുള്ളതാണെങ്കിൽ നിറം പോണം, തടിയുള്ളതാണെങ്കിൽ തടി പോണം. അങ്ങനെ തടി, അല്ല രുചി, വാസന, നിറം എന്നീ ഗുണങ്ങളൊക്കെ നീങ്ങുന്ന നിലക്ക് കഴുകിയാൽ ശുദ്ധിയാവും. അത് ഒറ്റ കഴുകൽ കൊണ്ട് തന്നെ നീങ്ങിയാൽ സാധനം ശുദ്ധിയായി. പിന്നെ 2ഉം 3ഉം വട്ടാക്കൽ സുന്നത്താ. ഉദൂലൊക്കെ 3 വട്ടം കഴുകൽ സുന്നത്തുള്ളത് പോലെ, ജനാബത്ത് കുളിക്കുമ്പോൾ 3 വട്ടാക്കൽ സുന്നത്തുള്ളത് പോലെ, നജസിനെ നീക്കുമ്പോഴും 3 വട്ടാക്കൽ സുന്നത്തുണ്ട്. തടി നീങ്ങുന്നത് വരെ കഴുകിയാൽ അത് 1 എന്നാ പറയാം. ഞാൻ ഒരിക്കൽ കഴുകിയിട്ട് ചെഴിക്ക് പോയില്ല, 2ാമത് കഴുകി എന്നിട്ടും പോയില്ല, പിന്നെ സോപ്പിട്ട് കഴുകി എന്നിട്ടും പോയില്ല, പിന്നെ ക്ലോറോക്സ് ഇട്ടിട്ട് കഴുകി, അപ്പൊ പോയി. ഇപ്പൊ 4 വട്ടം കഴുകിയിട്ട് എന്നാ 1 വിട്ടുള്ളൂ, ഇപ്പൊ ശുദ്ധിയായി. ഇനി 1 കൂടി, പിന്നെ 1 കൂടി, അങ്ങനെ 3 വട്ടാക്കൽ. അപ്പൊ തടി പോകുന്നത് വരെ ഉള്ള കഴുകൽ 1ഉം പിന്നീട് 2 വട്ടം ആവർത്തിച്ചുകൊണ്ട് 3 വട്ടാക്കൽ സുന്നത്തുമാണ്. അപ്പൊ തടി നീങ്ങുക എന്ന് പറഞ്ഞാൽ രുചി, നിറം, മണം എന്നിവ നീങ്ങുന്നത് കൊണ്ടാണ് ഒരു വസ്തുവിന്റെ തടി നീങ്ങി എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതുവരെ കഴുകിയാൽ ശുദ്ധിയാവും. തടിയുള്ള നജസാണെങ്കിൽ കിട്ടും, അല്ലാത്തതിനെ പറ്റി വേറെ പറയും. നോക്കിയാ കാണുന്നത്, തൊട്ടാ കാണുന്ന നിരക്കുള്ള തടിയുള്ള നജസാണെങ്കിൽ ആ നജസിന്റെ തടി നീങ്ങി എന്ന് ഉറപ്പുവരുത്താൻ അതിന്റെ രുചി, മണം, അതുപോലെ തന്നെ നിറം എന്നിവ നീങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധിയാണെന്ന് വരും. എന്നാൽ വലായദുറു, ഈ മുത്തനജ്ജിസായ വസ്തു ശുദ്ധിയാകുന്നതിൽ നിന്ന് തടസ്സമാകൂല ബഖാഉ ലൗനിൻ, നിറം മാത്രം ശേഷിക്കുന്നു. ഇങ്ങനെ തടിയുള്ള ഒരു വസ്തുവാണ്, നിറമുണ്ട്, അതിന് മണമുണ്ട്, രുചിയുണ്ട്. അത് കഴുകിയപ്പം രുചി പോയി, അതുപോലെ തന്നെ വാസനയും പോയി, പക്ഷെ നിറമുണ്ട്. ഉദാഹരണം ചോര പോലെ, ചോരയായി നല്ലോണം കഴുകി സാബൂനും സോപ്പൊക്കെ ഇട്ട് കഴുകി, അപ്പോഴും ഒരു കറന്റെ അടയാളം, ചോരക്കറ അങ്ങനെ പറ്റി കിടക്കണ്. എത്ര കഴുകിയിട്ടും അത് പോണില്ല. ഇത്ര കഴുകിയിട്ടും എന്ന് പറഞ്ഞാൽ ശരിക്കും നന്നായി ശ്രദ്ധിച്ച് ഒരച്ച് 3 വട്ടം കഴുകിയിട്ടും പോണില്ല. എന്നാൽ സ്ഥലം ശുദ്ധിയാണെന്ന് വിധിക്കും. ആ നിറം മാത്രം അവിടെ അവശേഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് കാരണം ഈ രക്തത്തിന്റെയൊക്കെ കറ അവിടെ അങ്ങനെ കുറച്ച് കിടക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഔരീഹിൻ, അല്ലെങ്കിൽ നിറമൊന്നുമില്ല, വാസന. ഉദാഹരണം, കള്ളായി വസ്ത്രത്തിൽ ഒരിക്കൽ കഴുകിയിട്ട് പോണില്ല, നല്ലോണം ഒരച്ച് കഴുകി 2ാമത് എന്നിട്ടും പോണില്ല, 3ാമത് പിന്നെ നല്ലോണം ഒരച്ച് കഴുകി നോക്കി, അപ്പോഴും ഇങ്ങനെ വാസനിച്ച് നോക്കുമ്പോ പിന്നെ വാസന ഉണ്ട്. അത്ര നാറുന്ന സാധനമാണത്. എന്നാ പിന്നെ ഇനി കുഴപ്പമില്ല. അപ്പൊ 3 വട്ടം നന്നായി ഒരച്ച് തേച്ച് കഴുകിയിട്ടും രുചിയൊക്കെ പോയി, പക്ഷേ നിറം ബാക്കിയുണ്ട്. അല്ലെങ്കിൽ രുചിയും നിറവും ഒക്കെ പോയിണ്, പക്ഷേ വാസന ബാക്കിയുണ്ട്. ഇങ്ങനെ വാസന മാത്രമോ രുചി മാത്രമോ പോകുന്നില്ലെങ്കിൽ അസുറസവാലുഹു, പോകൽ പ്രയാസമാവുന്ന, പ്രയാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മനസ്സിലായോ? 3 വട്ടം നന്നായി അൽ മൽക്കുമില്ലു വദാലിക, എങ്ങനെ പറഞ്ഞു, അല്ലാ യസൂല ബിൽ ഹത്തി ബിൽ മായി 3 മററാത്ത്, 3 വട്ടം നന്നായി വെള്ളം ഒഴിച്ച് ഒരച്ച് കഴുകിയിട്ട് പോണില്ല, എന്നാ പിന്നെ പോവാൻ പ്രയാസാണ്. അങ്ങനെ പ്രയാസമാണെങ്കിൽ നിറം മാത്രം അല്ലെങ്കിൽ വാസന മാത്രം ശേഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല,
ശുദ്ധിയാവും. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ത്വാഹിറായിരിക്കുന്നു എന്ന് ഹുക്മ് വരും. വലൗമിൻ, ഈ നിറം മാത്രം ശേഷിച്ച നജസ് നായ പന്നി തുടങ്ങിയ മുല്ലതായ നജസിൽ നിന്നിട്ടുള്ളതാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഈ നിറം അല്ലെങ്കിൽ ഈ വാസന രുചി ഏതാനും പറ്റൂല കേട്ടോ. നിറം മാത്രം ശേഷിക്കുന്നു അല്ലെങ്കിൽ വാസന മാത്രം ശേഷിക്കുന്നു. ഉദാഹരണം, ഒരു പന്നിന്റെ ചോരയായി കഴുകി നന്നായി സോപ്പൊക്കെ ഇട്ട് ഉരച്ച് കഴുകിയിട്ടും ഈ വസ്ത്രത്തിൽ ഒരു കറ, ചോരക്കറ അങ്ങനെ കാണുന്നു. പന്നിന്റെ ചോരല്ലേ എന്ന് കരുതി ബേജാറാവൊന്നും വേണ്ട, ആ കറ അവിടെ കാണുന്നോട്ടെ, ശുദ്ധിയാണെന്ന് വിധിക്കും. അതല്ലെങ്കിൽ നായയുടെ കാഷ്ടം, വല്ലാത്ത ദുർഗന്ധാണ് ഈ സാധനത്തിന്. അങ്ങനെ ഇത് 3 വട്ടം നന്നായി സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ടും കുറഞ്ഞൊരു വാസന ഇങ്ങനെ ബാക്കിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നായ പന്നി പോലെയുള്ള മുല്ലമായ നജസിൻ്റെതാണെങ്കിലും പ്രയാസമാണ്. അഥവാ 3 പ്രാവശ്യം നന്നായി വെള്ളം ഒഴിച്ച് ഉരച്ച് കഴുകിയിട്ടും പോകുന്നില്ലാത്ത നിലക്ക് പ്രയാസകരമാണെങ്കിൽ, നിറം മാത്രം അല്ലെങ്കിൽ രുചി വാസന മാത്രം ബാക്കിയുണ്ടെങ്കിൽ അത് ശുദ്ധിയാവുന്നതിന് തടസ്സമല്ല, ഈ സ്ഥലം ശുദ്ധിയാണ് എന്ന് വിധിക്കപ്പെടും. എന്നാൽ ഫൈൻ ബഖിയ മഅൻ, നിറവും വാസനയും ഒന്നിച്ച് ശേഷിച്ചാലോ, കണ്ടാൽ നജസിന്റെ നിറവോടെ കാണാണ്ട് വാസനയും ഉണ്ട്, എന്നാലും മെത്തുഹർ, അത് ശുദ്ധിയാവൂല. കാരണം അത് നജസിന്റെ അയിന് തടി ബാക്കിയുണ്ട് എന്നുള്ള അടയാളം, രണ്ടും കൂടി ഉണ്ടാണ്. എന്നതുപോലെ തന്നെ രുചി മാത്രം ബാക്കിയുണ്ടെങ്കിലും ശുദ്ധിയാവില്ല. കാരണം രുചി ബാക്കിയുണ്ടായ സാധനത്തിന്റെ തടി നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ രുചി മാത്രം നീങ്ങാതിരുന്നു, അല്ലെങ്കിൽ നിറവും മണവും കൂടി ഒന്നിച്ച് നീങ്ങാതിരുന്നാൽ ശുദ്ധിയാവുന്നതല്ല, നജസാണ് എന്ന് തന്നെയാണ് വിധി. ഇതൊക്കെ ഇപ്പൊ തടിയുള്ള നജസാണെങ്കില, ഇപ്പൊ മലം, രക്തം, ശവം പോലെയുള്ള നോക്കിയാൽ കാണുന്ന രീതിയിൽ തടിയുള്ളതായ വസ്തു കൊണ്ട് ദേഹമോ വസ്ത്രമോ സ്ഥലമോ പോലത്തത് നജസായാൽ ആ തടി നീങ്ങുന്ന നിലക്ക് കഴുകിയാൽ അത് ശുദ്ധിയാകും. തടി നീങ്ങുന്ന നിലക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ നിറം, മണം, രുചി എന്നിവ പോകുന്ന നിലക്ക് കഴുകിയാൽ അത് ശുദ്ധിയാവും. ഇനി ഹുക്മിയായ നജസ് കൊണ്ട് മുത്തനജിസായത്. ഹുക്മിയായ നജസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞേക്ക് തടി കാണാനില്ലാത്ത, നിറം കാണുന്നില്ല, അതുപോലെ തന്നെ രുചി അനുഭവപ്പെടുന്നില്ല, തൊട്ടാ തടയുന്ന തടിയില്ല, അങ്ങനത്തെ ഒരു നജസ. അങ്ങനത്തെ ഒരു വസ്തു ഏതുപോലെയൊക്കെ ബൗലിൻ ജഫ, ദേഹത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തോ മൂത്രമായിരുന്നു, അത് പിന്നെ ഉണങ്ങിപ്പോയി. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉണങ്ങിയാൽ പിന്നെ ഒരു അടയാളം ഉണ്ടാവില്ല. വലിയവർക്കൊക്കെ ആണെങ്കിൽ നാവിൽ വെച്ച് നോക്കിയാൽ ഒരു ഉപ്പുരസം അനുഭവപ്പെട്ടെന്ന് വരും. ആൺകുട്ടികളാകുക, ചെറിയ കുട്ടികളാകുക, അത് നല്ലോണം ഉണങ്ങിയാൽ പിന്നെ ഒരു അടയാളം കാണാനുണ്ടാവില്ല. അപ്പൊ വാസനയും കാണുന്നില്ല, നിറവും കാണുന്നില്ല, രുചിയും കാണാനില്ല. അങ്ങനെ ഇപ്പൊ ഉദാഹരണം മതി ഉറപ്പെട്ടു, ഉടുത്ത തുണിയിലോ അതല്ലെങ്കിൽ അടിവസ്ത്രത്തിലോ മതിയായി ആയ സമയത്ത് അതിനെ കാണാൻ കഴിയും. പക്ഷെ അവിടെ ഉണങ്ങിയാൽ പിന്നെ ഒരു അടയാളം കാണൂല. അതിന് പ്രത്യേകിച്ച് വാസനയും ഇല്ല, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിറവും ഇല്ല, രുചി ഉണ്ടാവില്ല. അപ്പൊ ഉണങ്ങിപ്പോയാൽ പിന്നെ അതിന് അടയാളവും ഇല്ല. ഇങ്ങനെ കാണാവുന്ന ഗുണവിശേഷങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്ത നിലക്ക് ഉണങ്ങിപ്പോയ മൂത്രം പോലെയുള്ള ഹുക്മിയായ നജസ് കൊണ്ട് മുത്തനജിസായാൽ, അതായത് ലം യുദ്റക് ലഹു സിഫത്തുൻ, നിറം, മണം, രുചി എന്നീ ഗുണങ്ങളൊന്നും അതിനെത്തിക്കപ്പെടുന്നില്ല, നജസായിരുന്നുള്ള ഉറപ്പാണ് അതിനും. ഇപ്പൊ ഉണങ്ങി നോക്കുമ്പോ ഇപ്പൊ അവിടെ നോക്കിയാൽ നജസൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം പറയാ, ഞാൻ അങ്ങോട്ടൊന്നും പോണ്ട, ഒരു നജസുള്ള വസ്തു നനവുള്ള സമയത്ത് നമ്മളെ ശരീരത്തിൽ സ്പർശിച്ചു, അതോടുകൂടി നമ്മളെ ശരീരം നജസല്ലോ. കുറച്ചു നേരം കഴിഞ്ഞാലാണ് ഉണങ്ങി. സ്ഥലം നജസായിന്നല്ലാതെ ആ സ്ഥലത്ത് എന്തെങ്കിലും നിറമുണ്ടോ, മണമുണ്ടോ, രുചിയുണ്ടോ, ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ നോക്കിയാൽ കാണാത്ത അല്ലെങ്കിൽ വാസനയോ രുചിയോ അനുഭവപ്പെടാത്ത നിരക്കുള്ള നജസ് കൊണ്ട് നജസായ സ്ഥലം ശുദ്ധിയാവല് ബിജറിയിൽ മായി അലൈഹി മറ,
ആ നജസായ സ്ഥലത്തിൽ ഒരു പ്രാവശ്യം തൊഹൂറായ വെള്ളം ഒലിച്ചാ മതി. ഭാര്യ ഒഴുകണം, നനച്ചാ പോരാ. കുടഞ്ഞുകാണ്ട് ഇങ്ങനെ നനഞ്ഞാ പോരാ, വെള്ളം ഒഴുക്കണം, പാരണം എന്നർത്ഥം. ഒറ്റ പ്രാവശ്യം പാർന്നാ മതി. കാരണം എന്താ, അവിടെ വാസന ഇല്ല, നിറമില്ല, രുചിയില്ല, ഒന്നുമില്ല. പിന്നെ നജസാണെന്നുള്ള ഹുക്കുമ് നീങ്ങാൻ എന്ത് മതി? തൊഹൂറായ വെള്ളം ഒരു പ്രാവശ്യം ആ സ്ഥലത്ത് ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയുമ്പോ വൈകാന ഈ മുത്തനജിസായ വസ്തു ആയാലും ഈ പറഞ്ഞേക്ക് വെള്ളം പാർന്നു കൊടുത്താൽ മതി. എന്തായാലും ഹബ്ബൻ, ഒരു ധാന്യമണി. ഉദാഹരണം, ഒരാള് അരി വേവിച്ചു അല്ലെങ്കിൽ ഗോതമ്പ് വേവിച്ചു. എന്തിലാ വേവിച്ച്? നജസായ വെള്ളത്തില്. നജസായ വെള്ളത്തില് ഗോതമ്പോ അരിയോ വേവിച്ചു കൂട്ടിക്കോളി. ഔ ലഹ്മൻ, അതല്ലെങ്കിൽ മാംസാണ്. 1 കിലോ ആട്ടിറച്ചി വാങ്ങിക്കൊണ്ടുവന്നു വെക്കാൻ നോക്കുമ്പോ വെള്ളമില്ല, അവിടെ ആകെയുള്ള വെള്ളം മുത്തനജിസായ വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് എന്താക്കി? തുബിഖ ബിനജസിൻ. കണ്ടോ, നജസ് കൊണ്ട് അതിനെ വേവിക്കപ്പെട്ടു. ഈ ധാന്യമണി അതല്ലെങ്കിൽ ഈ മാംസം വേവിച്ചത് നജസ് കൊണ്ടാണ്. ഇപ്പോ ഈ മാംസം അല്ലെങ്കിൽ ഈ ധാന്യമൊക്കെ മുത്തനജിസായി കഴിഞ്ഞു. ശരിക്കും പായിക്കാരന് ബന്ധത അപ്പൊ അതിന്റെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ എത്തിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ശരിക്കും ഇഷ്കാലുണ്ടാവും. ആയിക്കോട്ടെ, എന്നാലും അവിടെ വാസനയൊന്നും, രസിന്റെ വാസനയൊന്നും ഇല്ല, നിറവില്ല, രുചിയുമില്ല. എന്നാ പിന്നെ എന്ത് മതി? ഒരു പാട്ട വെള്ളം എടുത്തിട്ട് എന്താക്കുക? ഈ ഇറച്ചി ഒന്നാണ് കഴുകുക, അല്ലെങ്കിൽ ഈ ചോറ് ഒന്നാണ് കഴുകുക. എന്നിട്ട് സുഖമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഇറച്ചി കൂട്ടി ചോറ് പള്ള നിറച്ച് തിന്നുക, ഒരു കുഴപ്പമില്ല. അപ്പോ ഉസ്താദേ, ഇത് നജസിൽ വെച്ച ഇറച്ചിയല്ലേ? ആ, നജസിൽ വെച്ച ചോറല്ലേ? ആയിക്കോട്ടെ. ഇപ്പൊ കാണാൻ നിറം മണവും രുചിയൊന്നും ഇല്ലല്ലോ, ഇല്ല. എന്നാ പിന്നെ അതിന്റെ മുകളില് തൊഹൂറായ വെള്ളം ഒരു പ്രാവശ്യമാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി, എന്നാ തന്നെ ശുദ്ധിയാവും. വേണ്ട. ഔ സൂബൻ, അല്ലെങ്കിൽ ഒരു വസ്ത്രാണ്. സുബിഖ ബിനജസിൻ, നജസ് കൊണ്ട് ചായമുക്കപ്പെട്ടു. നജസ് കൊണ്ട് ചായമുക്കപ്പെട്ടു. ഉദാഹരണം പറഞ്ഞാല്, നല്ല ചൊറുക്കുള്ളൊരു കളറ്. ആ കളറ് കലക്കാൻ നോക്കുമ്പോ ഒന്നുമില്ല. അപ്പൊ നല്ല ഗോമൂത്രം ഉണ്ട്. ഈ ഗോമൂത്രം കൊണ്ട് ഈ കളറ് നല്ലോണം കലക്കി തുണി അല്ലെങ്കിൽ കുപ്പായം അതിൽ മുക്കിയെടുത്തു, ഉണങ്ങി. അപ്പൊ ഇതിടാൻ പറ്റുമോ? കാരണം ഈ കളർ കൊടുത്തത് നജസ് കൊണ്ട് കലക്കിയിട്ടല്ലേ. ആയിക്കോട്ടെ, ഉണങ്ങി നോക്കുമ്പോ നജസ് കൊണ്ട് കലക്കിയ പൈന്റ് തോയറാണ്, പൈന്റിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കളറ് തോയറാണ്, പക്ഷെ അതിന് കലക്കാൻ ഉപയോഗിച്ച വെള്ളം നജസ്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ബക്കറ്റ് വെള്ളം അങ്ങോട്ട് ഒഴുക്കളം പറഞ്ഞു കൊടുത്താൽ മതി. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താ? മാംസം ധാന്യമണികൾ പോലത്തത് നജസിൽ വേവിച്ചാൽ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകുമല്ലോ എന്ന ചോദ്യത്തിന് അത് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നജസിന്റെ നിറമോ മണമോ രുചിയോ ഉണ്ടോ? ഇല്ല. എങ്കിൽ അതിന്റെ മുകളിൽ ഒരു പ്രാവശ്യം തൊഹൂറായ വെള്ളം ഒഴിച്ചാൽ മതി, ശുദ്ധിയാവും. എന്നതുപോലെ ഒരു വസ്ത്രം കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് കളർ കലക്കാൻ നോക്കുമ്പോൾ നജസായ വെള്ളമേ ഉള്ളൂ. നജസായ വെള്ളം കൊണ്ട് കലക്കിയ ഈ കളർ മുക്കിയ വസ്ത്രം ഉണങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന കളർ തൊഹീറായ കളറാണ്. അതിന് കലക്കാൻ ഉപയോഗിച്ച വെള്ളമാണ് നജസ്. എന്നാൽ തൊഹൂറായ ഒരു വെള്ളം അതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ പുറല്ലേ ശുദ്ധിയാകുള്ളൂ? അല്ല. ഫയത്തുഹുറു ബാത്തിനുഹാ, ഇവയുടെ ആ വസ്തുവിന്റെ ഉള്ളും തന്നെ ശുദ്ധിയാണെന്ന് വിധിക്കും. ബിസബ്ബിൽ മാഇ അലാ ളാഹിരിഹാ, ആ നജസായിരിക്കുന്ന വസ്തുവിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ പുറം ശുദ്ധിയാവുന്നതോടുകൂടി ഉള്ളും ശുദ്ധിയായി എന്ന് വിധിക്കപ്പെടും. മനസ്സിലായില്ലേ? കാരണം എന്താ? നജസിന് തടിയില്ല, നിറോ മണോ രുചിയോ ഇല്ല. അങ്ങനത്തെ നജസ് കൊണ്ട് ഉത്തരജിസായതല്ലേ. തൊഹൂറായ വെള്ളം ഒരു പ്രാവശ്യം അതിന്റെ മുകളിൽ ഒഴിച്ചാൽ ശുദ്ധിയാകും. ഏതുപോലെ ഉദാഹരണം, കസൈഫിൻ സുഖിയ വഹുവ മുഹമ്മ ബിനജസിൻ, ഒരു വാള്, നമ്മളെ നാട്ടിൽ പറയാം ഒരു കത്തി. ആ കത്തി തീയിലിട്ട് ചൂടാക്കിയിട്ട് എന്ത് ചെയ്തു? നജസ് കുടിപ്പിച്ചു. ഉദാഹരണം,
വിഷത്തിലൂട്ടുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. കത്തി, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷം ചോര തന്നെയാണ്. അതായത് ഒരു പാത്രത്തിൽ ചോര എടുത്തു വെക്കും, എന്നിട്ട് ഈ കത്തി തീയിലിട്ടിട്ട് നല്ലോണം ചൂടാക്കും. ചൂടാക്കിയിട്ട് അത് ആ കത്തി തീ പോലെ നിൽക്കുന്ന ആ കത്തി എടുത്തിട്ട് ഈ ചോരയെ കണ്ടു. അപ്പൊ ഇങ്ങനെ തിളച്ചിട്ട് ചോര കുറേ ഈ കത്തിയോട് കുടിക്കും. അങ്ങനത്തെ കത്തി കൊണ്ട് മുറിവേറ്റാൽ പിന്നെ അത് ഉണങ്ങാൻ പ്രയാസം. ഇപ്പൊ ചോരല്ലേ, ഇപ്പൊ ഉദാഹരണം 1 ലിറ്റർ ചോര ഉണ്ടായിരുന്നു, 4 കത്തി ആ നിരക്ക് ചൂടാക്കിയിട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് 100 200 ഒക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ കത്തി കുടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഉറപ്പല്ലേ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവുന്ന് ഉറപ്പാണ്. എന്നാലും അതിന്റെ മുകളിൽ വെള്ളം കഴുകി കഴിഞ്ഞാൽ ഉള്ളും പുറമൊക്കെ ശുദ്ധിയാവും. എന്നതുപോലെയാണ് ധാന്യങ്ങളായാലും വസ്ത്രമായാലും ഒക്കെ നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത നജസ് കൊണ്ട് മുത്തനജ്ജിസായാൽ അത് ഉണങ്ങി അടയാളം കാണാത്ത സാഹചര്യത്തിൽ തൊഹൂറായ വെള്ളം കൊണ്ട് ഒരു പ്രാവശ്യം കഴുകിയാൽ ശുദ്ധിയാകും. കഴുകാൻ അതിന്റെ മുകളിൽ ഒഴിക്കുക, വെള്ളം ഒലിപ്പിച്ചാൽ മതി. ഇനി കൂട്ടത്തിൽ ഹുക്മിയായ നജസാണെങ്കിലും വയുഷ്തർത്തു ഷർത്താക്കപ്പെടും ഫീ തുഹിരിൽ മഹല്ലി, നജസായ സ്ഥലം ശുദ്ധിയാവണമെങ്കിൽ വുറൂദുൽ മാഇൽ ഖലീലി, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളം പാരൽ അലൽ മഹല്ലിൻ മുത്തനജ്ജിസി, നജസായ സ്ഥലത്തിന്റെ മേലില് ഇങ്ങോട്ട് വെള്ളം ഒഴിക്കണം, വെള്ളം പാർന്നിരിക്കണം. എന്തുമേൽ? മുത്തനജ്ജിസായ സ്ഥലത്തിന്മേൽ. നേരെ മറിച്ചാണെങ്കിലോ 2 കുല്ലത്തോ അതിൽ കൂടുതലുള്ള വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. ഉദാഹരണം, ഒരാള് തോട്ടിന്ന് വസ്ത്രം അലക്കുകയാണ്, അതിൽ ഈ കുളത്തിൽ നിന്നിട്ട് വസ്ത്രം അലക്കുകയാണ്. എന്നാ നജസ്സുള്ള വസ്ത്രം ആ തോട്ടിലോ കുളത്തിലോ ഇടുന്നോണ്ട് ഒരു കുഴപ്പമില്ല, കാരണം അത് എത്രയോ കുല്ലത്തധികം ഉണ്ടാവും. അതേ സമയത്ത് ഒരു ബക്കറ്റിലാണ് അല്ലെങ്കിൽ ചെറിയ അലക്ക് മെഷീനിലാണ്, അവിടെ 2 കുല്ലത്തുണ്ടാവില്ലല്ലോ. ഇങ്ങനെ 2 കുല്ലത്തില്ലാത്ത വെള്ളം കൊണ്ട് മുത്തനജ്ജിസായ വസ്തുവിനെ ശുദ്ധിയാക്കുകയാണെങ്കിൽ വെള്ളം ഈ മുത്തനജ്ജിസായ വസ്തുവിന്റെ മേൽ ഇങ്ങോട്ട് ഒഴിക്കണം. എന്താക്കാൻ പാടില്ല? ഈ വെള്ളത്തിലേക്ക് മുത്തനജ്ജിസായ വസ്തുവിനെ അങ്ങോട്ടിടാൻ പാടില്ല. അതാ പറയുന്നത് ഫൈൻ വറദ മുത്തനജ്ജിസുൻ, നജസായ ഒരു വസ്തു ഇങ്ങോട്ട് വന്ന് വീണു, അലാ മാഇൻ ഖലീലിൻ, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തേക്ക് ഇങ്ങോട്ട്. എന്നിട്ട് ഒരു ബക്കറ്റിലുള്ള വെള്ളം, ആദ്യം ബക്കറ്റിൽ വെള്ളം എടുത്തു വെച്ചു, അതിൽ അലക്ക് മെഷീനിൽ വെള്ളം ഒഴിച്ചു വെച്ചു, എന്നിട്ട് നജസ്സുള്ള വസ്ത്രം അതിലേക്ക് കൊണ്ടിട്ടാലോ തനജ്ജസ, വെള്ളം തന്നെ നജസാകയ്യ. മുത്തനജ്ജസ് ശുദ്ധിയാവൂലെന്ന് മാത്രല്ല, എന്താവും? പാത്തുമ കുട്ടിൻ ചട്ടിൻ തട്ടും നജ്ജീസ് എന്ന് പണ്ട് പഴയ കാലത്ത് ഉസ്താദന്മാര് ബാധ പറയുമ്പോ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? പാത്തുമ കുട്ടിൻ ചട്ടിൻ തട്ടും നജ്ജീസ് എന്ന് പറയുന്നത് ആ കോലത്തിൽ മുത്തനജ്ജിസായ വസ്തു 2 കുല്ലത്തിൽ താഴെയുള്ള ബക്കറ്റ്, അലക്ക് മെഷീൻ പോലത്തതിലേക്ക് വെള്ളം ആദ്യം അതിലൊഴിച്ച് ആ വെള്ളത്തിലേക്ക് ഈ നജസായ വസ്തു ഇട്ടാൽ വെള്ളം മുത്തനജ്ജിസായി കഴിഞ്ഞു. അപ്പൊ പിന്നെ നേരത്തെ മുത്തനജ്ജിസായ വസ്തു നജസായിട്ട് നിൽക്കും ചെയ്യും, അതോടുകൂടി വെള്ളം കൂടി നജസാവും. വൈലമത്തയ്യർ, ഈ വസ്തു നജസായ വസ്തു അതിലേക്ക് ഇട്ടത് കൊണ്ടിട്ട് വെള്ളത്തിന് പകർച്ചയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉദാഹരണം, ബക്കറ്റ് വെള്ളത്തിക്ക് കുട്ടി മൂത്രമൊഴിച്ചിരുന്ന ഒരു കുപ്പായുണ്ട്, മൂത്രമൊക്കെ ഉണങ്ങിയതിനു ശേഷം തന്നെ ആ കുപ്പായം കൊണ്ടുപോയിട്ട് ആ ബക്കറ്റ് കണ്ടിട്ട്, എന്നാല് കുപ്പായം നജസ് ആയി എന്ന് മാത്രമല്ല വെള്ളവും നജസായി ബക്കറ്റും നജസായി, ആകാശായി. അത് തന്നെ നജസാവുമെങ്കിൽ വേറൊന്നിനെ പിന്നെ ശുദ്ധിയാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്ത് വേണമെന്ന് വെച്ചാൽ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 കുല്ലത്തോ അതിൽ കൂടുതലുള്ള വെള്ളമാണെങ്കിൽ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ടോ വെള്ളത്തിക്ക് നജസുള്ള സാധനം അങ്ങോട്ട് ഇട്ടിട്ടോ എങ്ങനെയും കേൾക്കാം, കുഴപ്പമില്ല, പകർച്ച വരാനാ മതി. എന്നാൽ 2 കുല്ലത്തിൽ താഴെയുള്ള ബക്കറ്റിലെ വെള്ളം, അതുപോലെ തന്നെ അലക്ക് മെഷീനിലെ വെള്ളം പോലത്തതാണെങ്കിൽ മുത്തനജ്ജിസായ വസ്തു ആ വെള്ളത്തിക്കിടാൻ പാടില്ല. അപ്പൊ പിന്നെ എന്താക്കുക? ആദ്യം ബക്കറ്റിൽ ഈ വസ്ത്രം വെക്കുക, അല്ലെങ്കിൽ ഈ അലക്ക് മെഷീനിൽ ആദ്യം ഈ നജസായ വസ്ത്രം ഇടുക, എന്നിട്ട് അതിലേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നാ ശുദ്ധിയാവും. എന്താ വ്യത്യാസം? വഫാറക്കൽ വാരിദു, പാരുന്ന ഒഴിക്കുന്ന വെള്ളം വ്യത്യാസപ്പെടുന്നു. വൈറഹു, മറ്റേ വെള്ളവുമായിട്ട്. എന്നാൽ വെള്ളത്തിക്ക് വസ്ത്രം ഇടുന്നതും വസ്ത്രത്തിക്ക് വെള്ളം ഒഴിക്കുന്നതും തമ്മിൽ വ്യത്യാസം വരാൻ കാരണം ലികൗനിഹി ആമില, ഈ ഒഴിക്കുന്ന വെള്ളം പ്രവർത്തിക്കുകയാണ്.
പ്രവർത്തിക്കപ്പെടുന്നത് മുത്തനജിസായ വസ്തുവാണ്. അപ്പൊ ഈ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി കൊണ്ട് ഈ മുത്തനജിസായ വസ്തുവിൽ അത് പ്രതിഫലനം വരുത്തുകയും അതിലൂടെ അതിന് ശുദ്ധി ലഭിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ മുത്തനജിസായ വസ്തു ഹുക്മിയായ നജസ് കൊണ്ടാണെങ്കിലും 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുകയാണെങ്കിൽ വെള്ളം മുത്തനജിസിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കണം, വെള്ളത്തിലേക്ക് മുത്തനജിസ് അങ്ങോട്ട് ഇടാൻ പാടില്ല. അങ്ങോട്ടിട്ടാൽ അത് നജസാവും. അപ്പൊ മറ്റേതിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. ആകെ നജസാക ചെയ്യാം. അപ്പൊ വേറെ ഇഷ്കാല് ഫലൂ തനജ്ജസ ഫമുഹു, ഒരാളുടെ വായ നജസായി. എങ്ങനെ ആയിക്കോട്ടെ, ഒരു പക്ഷേ നജസായ വല്ല വസ്തു ചവച്ചു, അതല്ലെങ്കിൽ വായിൽ രക്തം വന്നു, അതല്ലെങ്കിൽ ഛർദിച്ചു, അവിടൊക്കെ വായ നജസാവുമല്ലോ. ഇപ്പൊ പല്ലിന്റെ ഇടയിൽ നിന്നിട്ട് മോണയിൽ നിന്നിട്ടൊക്കെ രക്തം വന്നു, വായ നജസായി. അതല്ലെങ്കിൽ ഒരാൾ ഛർദിച്ചു, എന്നാലും വായ നജസാവും. ഇങ്ങനെ നജസായ വല്ലോ കടിച്ചു വെച്ചിട്ടോ രക്തം പൊടിഞ്ഞിട്ടോ ഛർദിച്ചിട്ടോ മറ്റോ വായ നജസായി. എന്നാൽ കഫ, അവിടെ ശുദ്ധിയാക്കാൻ മതിയാകും. കൈ കൊണ്ട് വെള്ളമെടുത്താൽ മതി. ഇലഹി വായുകൊള്ളെ നേരെ കൈ കൊണ്ടൊരു പാത്രത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് വായിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതി. എന്തിന്റെ ആവശ്യമില്ല. വായിന്റെ മേലെ ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് മോളൊന്നും ഇങ്ങനെ കീപ്പോട്ട് പാർന്നോളണമെന്നൊന്നുമില്ലാന്ന്. ശരി, മറ്റേ ബക്കറ്റിൽ ആദ്യം വസ്ത്രം ഇട്ടിട്ട് ആ വസ്ത്രത്തിൽ നമുക്ക് വെള്ളം അങ്ങനെ ഒഴിക്കണം എന്ന് പറഞ്ഞപ്പോ മോളിന്ന് താഴ്ത്തിക്കേണ്ടി വരികയല്ലേ. അങ്ങനെ വേണമെന്നില്ല. വായ നജസായി കഴിഞ്ഞാൽ വായിലേക്ക് ബക്കറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയോ കോരി എടുത്തിട്ട് വായിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതി. കമാകാല ശൈഖുന, മഹാനായ ശൈഖുന ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, വായിന്റെ മേലെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വെള്ളം മോളിന്ന് കീപ്പോട്ട് ഒഴിച്ചു വെള്ളം എന്നൊന്നുമില്ല. എന്നാൽ വായി നജസായാൽ വെള്ളം ഒഴിച്ചാൽ എന്തു വേണം? വേജിബു, നിർബന്ധമാവും. വായിൽ നിന്നും പ്രത്യക്ഷമായ പരിധിയിൽപ്പെട്ട സ്ഥലമൊക്കെ ഹായിന്റെ മഹ്റജ് വരെയുള്ള സ്ഥലം പ്രത്യക്ഷമാണ്. അപ്പൊ തൊണ്ട അലോണം കളകളാന്ന് അറിഞ്ഞിട്ട് കറാറത്ത് ചെയ്യണം. എന്നാലേ എന്താവുള്ളൂ, ഹായിന്റെ മഹ്റജ് വരെ എത്തുള്ളൂ. ഹായിന്റെ മഹ്റജ് വരെയുള്ള വാഹിറായ ഭാഗം എന്ന് പറയുന്ന മുഴുവൻ സ്ഥലവും വെള്ളം എത്തണം. വനോബിൽ ഇതാറത്തി, അത് ഉള്ളതിനങ്ങനെ കൊപ്പിളിച്ചിട്ടായാലും വേണ്ടിയില്ല. വെള്ളം അങ്ങനെ പാരുമ്പതിനെ അങ്ങോട്ട് വെച്ചിക്കൊള്ളുന്നില്ല. വായിലേക്ക് കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് ആ വെള്ളം കൊണ്ടിട്ട് വായി കൊപ്പിളിച്ചുകൊണ്ട് എല്ലായിടത്തും എത്തിയാലും മതി. വായിൽ അങ്ങനെ ഏതുപോലെയൊക്കെ സ്വബ്യമായിൻ, വെള്ളം ഒഴിച്ചാൽ മതിയാവുന്നത് പോലെ. ഫി ഇനായിൻ മുതനജിസിൻ, ഒരു പാത്രം നജസായി. ശരി, ഒരു പാത്രം നജസാരം കുട്ടി മൂത്രം വയ്ക്കുന്ന പാത്രം കുട്ടിക്കൊള്ളിങ്ങള് മൂത്രം ഒഴിവാക്കിയിട്ട് ഉണങ്ങിയ പാത്ര. എന്നാ പിന്നെ അതിക്ക് കുറച്ച് വെള്ളം പാർന്നിട്ട് എന്താക്കുക, ഇതാറത്തി ബിജവാനിബിഹി, ഈ ഒഴിച്ച വെള്ളം ആ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചുഴറ്റിയാൽ മതി. ചുറ്റിക്കുക, യഥാർത്ഥമാണ് അതിന് നമ്മുടെ നാട്ടിൽ പറയാം ചുഴറ്റുകയാണ്, വെള്ളം ഒന്ന് ചുഴറ്റുക. അങ്ങനെ ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും അത് എത്തിയാൽ ശുദ്ധിയായി. എന്നതുപോലെ വായിലേക്ക് വെള്ളം എടുത്തിട്ട് അതുകൊണ്ടൊന്ന് കൊപ്പിളിച്ചുകൊണ്ട് എല്ലായിടത്തും എത്തിയാലും മതി. ഹായിന്റെ മഹ്റജ് വരെയുള്ള സ്ഥലത്തൊക്കെ അത് എത്തണം. അപ്പോ ഗർഗറത്ത് കൊണ്ട് തൊണ്ടയിൽ വെള്ളം കൊപ്പിളിക്കുന്നത് വരെ എത്തണം എന്നർത്ഥം. ഇങ്ങനെ വായി നജസായാൽ അതിനെപ്പറ്റി ഒരു മസലീടി പറയാം. വലായജൂസു ലഹു, വായ നജസായ മനുഷ്യനെ പറ്റൂല, ജായിസാവൂല. ഇബ്തിലാഉ ഷൈഇൻ, ഒരു വസ്തുവും വായിലൂടെ വിഴുങ്ങാൻ പറ്റൂല. ഖബ്ല തത്ഹീരി ഫമിഹി, വായു ശുദ്ധിയാക്കുന്നതിന്റെ മുമ്പ്. ഉദാഹരണം, ഛർദിച്ചു ഒരു ആള്, എന്നാ ഛർദിച്ച വായി നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നതിന് മുമ്പ് കുളി കുടിക്കാൻ പറ്റൂല. വിഴുങ്ങ, ഇപ്പൊ ചിന്നൊന്നുമില്ലല്ലോ, വായിലിട്ടിട്ടാണ് ഇറക്കാണ്, വിഴുങ്ങാണ്, അതും പറ്റൂല. വായു ശുദ്ധിയാക്കാതെ വെള്ളം കുടിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഗുളി കഴിക്കാൻ പറ്റൂല. ഒക്കെ എന്ത് വേണം? ആദ്യം വായ കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം. ഏതുവരെ വേണം? ഹത്താ ബിൽ ഗർഗറത്തി, കണ്ടോ, തൊണ്ട അങ്ങോട്ട് തൊണ്ടേക്ക് ഇട്ടിട്ട് കീപ്പെട്ടാണ്ട് ഇറക്കുകയാണ്, അതുവരെ പാടില്ല. ശുദ്ധിയാണെങ്കിൽ വായു ശുദ്ധിയാക്കാതെ. വായു ശുദ്ധിയാക്കൽ ഏതുവരെ ശുദ്ധിയാക്കണം? തൊണ്ടയിൽ ഹായിന്റെ മഹ്റജ് വരെ വെള്ളം എത്തുന്ന നിലക്ക് തൊണ്ടയിൽ വെച്ച് വെള്ളത്തെ ഗർഗറത്ത് ചെയ്ത് വായു ശുദ്ധിയാക്കിയിട്ടല്ലാതെ വായിലിട്ട് കൊണ്ടൊരു വസ്തു കീപ്പോട്ട് വിഴുങ്ങാൻ പോലും പാടില്ല. പിന്നെ ചവച്ചരിച്ച് തിന്നാൻ പാടില്ല എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നജസായ വായ ഹായിന്റെ മഹ്റജ് വരെയുള്ള പ്രത്യക്ഷമായ ഭാഗം മുഴുവനും വെള്ളമൊഴിച്ച് വായിൽ കൊപ്പിളിച്ച് കളയുന്നത് വരെ. കളയാന്ന് പറഞ്ഞാൽ കൊപ്പിളിച്ച് കഴിഞ്ഞിട്ട് തടിയില്ലാത്ത നജസാണെങ്കിൽ
തുപ്പിക്കളഞ്ഞോളം നിർബന്ധമില്ല, കീബോർഡ് ഇറക്കിയാലും മതി. അതാ കാരണം. എന്താ? ഹുക്മിയായ നജസ് എന്ന് പറഞ്ഞാൽ തടിയില്ലാത്ത, നിറം, മണം, രുചി എന്നിവ ശേഷിക്കാത്ത നജസ് കൊണ്ട് മുത്തനജിസായ വായു ശുദ്ധിയാകാൻ വെള്ളമൊഴിച്ച് കുപ്പിളിച്ചാൽ തന്നെ മതി. അപ്പൊ വായു ശുദ്ധിയാവുമ്പോൾ ഈ കൊപ്പിളിച്ച വെള്ളവും ശുദ്ധിയാണ്. അഞ്ഞ് പറയും ഡോസാലത്തിന്റെ ഹുക്കുമ് എന്ന് പറഞ്ഞിട്ട് വസ്തുല പറയും. അപ്പൊ ആ വെള്ളം തുപ്പിക്കളഞ്ഞാലും കുഴപ്പമില്ല, കീപ്പോട്ട് ഇറക്കിയാലും കുഴപ്പമില്ല. അപ്പൊ നിഷ്കാല് നജസായ വായിലെ ശുദ്ധിയാക്കാൻ വേണ്ടി ചോദിച്ച വെള്ളല്ലേ, അതെ, അത് പിന്നെ ഇങ്ങനെ കീപ്പോട്ട് ഇറക്കുക നജസാവൂലേ? നജസല്ല. നജസാണെങ്കിൽ പിന്നെ വായു ശുദ്ധി നോക്കുമ്പോ ചെയ്യൂല, അവിടെ പ്രശ്നം. അപ്പൊ തടിയുള്ള നജസാണെങ്കിൽ തുപ്പിക്കളയിൽ ഉജൂബാവും. തടിയുള്ള നജസാണെങ്കിൽ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ വെള്ളം നജസാവൂലേ? തടി പോയതിനു ശേഷം പിന്നെ ശുദ്ധവെള്ളം ഒഴിച്ചിട്ട് കഴിക്കെങ്കിലേ ശുദ്ധിയാവുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഹുക്മിയായ നജസ്, തടിയില്ലാത്ത നജസ്. തടിയില്ലാത്ത നജസാണെങ്കിൽ വായിൽ കൊപ്പിളിച്ച് നന്നായി വായി ചുഴറ്റി ഉറകത്ത് വരെ ചെയ്തിട്ട് ഹായിന്റെ മഹ്റജ് വരെയുള്ള സ്ഥലത്ത് വെള്ളം എത്തിക്കഴിഞ്ഞാൽ വായു ശുദ്ധിയായി. ഈ വെള്ളം എന്ത് ചെയ്യാ? വേണമെങ്കിൽ തുപ്പിക്കളയാ, ത്വാഹിറാണ്, കുഴപ്പമില്ല. കീപ്പൊട്ടിറക്കാം, അതിനും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഹുക്മിയായ നജസിനെ പറ്റിയിട്ടാ പറഞ്ഞ്. തടിയുള്ള നജസിനെ പറ്റിയിട്ടും ആദ്യം ഒന്ന് പറഞ്ഞു. ഇനി ഭൂമി പോലത്തത്, അതിനുള്ള തടിയുള്ള നജസ് കൊണ്ട് നജസായാൽ എന്ത് ചെയ്യണം എന്ന് തുടങ്ങിയ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ റബ്ബ് തൗഫീഖ് ചെയ്യുന്നെങ്കിൽ ഓതാ. ഇന്ന് പൊതുവെ ആളുകൾ അധികവും ലൈവ് എന്ന് പറഞ്ഞിട്ട് കുത്തിരിക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ടാ കുറച്ച് ആളുകൾ കുറവുള്ളത്. ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല, ലൈവ് ഉണ്ട് എന്ന് കേട്ടാ പിന്നെ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ നമുക്ക് ഇവിടെ ക്ലാസ്സിൽ ലൈവ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെറുതെ കണ്ട കുറച്ച് സമയം ഓതാന്നുള്ള എനിക്ക് കുറച്ച് സമയം ഓതിയതാണ്. തുടർന്ന് അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും മസലകൾ ചോദിക്കാനുള്ള